വേണുവേട്ടൻ അയാൾ ആത്മസുഹൃത്തായിരുന്നപ്പോ എനിക്ക് ആ മനുഷ്യൻ ദൈവമായിരുന്നു. ആ ദൈവത്തിന്റെ വിഗ്രഹ കലങ്ങിയ കളിമണ്ണായി ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നത്. ഈ രാധമ്മ വെറുത്തതാ. അത് ഒരു മത്സരമാണെങ്കിൽ തോറ്റു എന്നൊക്കെ വരും അല്ലേ നന്ദനെ? പിന്നെ യുദ്ധം നടക്കുമ്പോ വലിയ രാജ്യങ്ങൾ തോറ്റിട്ടില്ലേ? ഇതിപ്പോഴേ എന്റെ തന്ത്രം കൊണ്ട് ചെറിയ വല്ല കാര്യമാണോ നേടിയെടുത്തത്? ഈ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലായില്ലേ? എന്റെ കയ്യിലോ? അതെന്ത് വർത്തമാനം? ഇവര് നമ്പർ 1 വിട്ടിയ. ഇതെല്ലാം ഇപ്പൊ എന്റെ പേരിലല്ലേ? സ്വത്തുക്കള് കൈക്കലാക്കിയത് മാത്രമല്ലല്ലോ, ആ രാജുവിനെ ഞാൻ ഓടിച്ചു വിട്ടില്ലേ? അല്ല, അവരിനി ഇയാളോട് അടുക്കും അമ്മേ? എവിടുന്ന്? എടാ, ഈ രാജുവും വേണുവും ഒക്കെ വലിയ അഭിമാനികളാ. ആ, അവരെ നാണം കെടുത്തിയല്ലേ ഞാനിപ്പോ വിട്ടിരിക്കുന്നേ. അത് മനഃപൂർവ്വം ഞാൻ ചെയ്തതാ. ഇനി ഈ ജന്മത്ത് അവരിങ്ങോട്ട് വരില്ല. അവളുടെ ജീവിതം തകർന്നു പോയില്ലേ അമ്മേ? അവൾ കൊണ്ട് തകർത്തേനെ നമ്മളെന്ത് ചെയ്യാനാ? മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ നിന്നെ കല്യാണം കഴിച്ച് മാനവും മര്യാദയായിട്ട് ഇവിടെ ജീവിക്കാൻ. നിന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഒരു വീട്ടമ്മയായി മര്യാദക്ക് ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ നന്ദുവിന് എനിക്ക് ഭാര്യയായിട്ട് കിട്ടുമായിരുന്നോ? അതും ശരിയാണല്ലോ. ഇതെല്ലാമേ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചല്ലേ നടക്കൂ. ഞാൻ ഈ സ്വത്തെല്ലാം അടിച്ചെടുക്കാൻ പെട്ട പാടൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചു. രാജു ഇവളെ ഉപേക്ഷിച്ചു പോയി. ദരിദ്രവാസികളായ ആ കൺട്രികളെ കൊണ്ടുള്ള ശല്യവും തീർന്നു. അല്ല, ഇനി എന്താ അമ്മയുടെ അടുത്ത പരിപാടി? ഇനി അവളെ ഇവിടെ നിന്നും പുറത്താക്കണം. പ്രതാപൻ ഇപ്പോഴും രാഷ്ട്രീയ നേതാവാ. അവനെ നാണം കെടുത്തി ഒരു മൂലക്കിരുത്തണം. എന്നിട്ട് എല്ലാവരുടെയും മുന്നില് എനിക്കൊന്ന് വാഴണം. അംബിക വർമ്മ എന്ന മഹാറാണിയായി. നിന്നെയൊക്കെ ഞാൻ എന്റെ വേലക്കാരാക്കി നിർത്തും. ഇവൻ വാതിൽക്കൽ കുന്തവും പിടിച്ചു നിൽക്കുന്ന ഭടൻ. ഇവരെന്റെ ദാസി, ഞാൻ മഹാറാണി, ഈ നന്ദന. മോളെ, ഞാനിങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചു എന്നും പറഞ്ഞു അച്ഛൻ എന്നെ. മോള് കരയല്ലേ? മോള് മാത്രല്ലല്ലോ തെറ്റുകാരി, ഇത് എഴുതി വാങ്ങിച്ച അവരും തെറ്റുകാരിയല്ലേ? ചെറുമ്മ, ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം, കുടിച്ചേ പറ്റൂ. ഇനി ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ എഴുതി വച്ചു തരാം. അതെന്തിനാ പ്രത്യേകിച്ച് എഴുതി വെച്ചിരുന്നത്? ഏത് മണ്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. വീടും പറമ്പും പാൽക്കാരി അംബികയുടെ കയ്യിലായ സ്ഥിതിക്ക് അവര് ബാക്കിയുള്ളവരെ എല്ലാരെയും അടിച്ചിറക്കും. അതെ, മകനും എന്തിനു പോകുന്ന ഒരു മരുമോളും ഉണ്ടല്ലോ കൂട്ട്. ആ മരുമകള് വെറുതെ പാവം കളിച്ച് നടക്കുന്നതാ. അവള് നല്ല ഒന്നാന്തരം പഠിച്ച കള്ളിയാ. അത് പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂ. എന്തിനും പോന്ന അനന്തപിള്ളയുടെ അല്ലേ മോള്? ആ മൂന്നെണ്ണം കൂടെ ബാക്കി എല്ലാത്തിനും അവിടെ നടിച്ചിറക്കും. കൊമ്പത്തെ പ്രതാപവർമ്മയും മോളും കൂടെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. എന്തൊക്കെ മോശത്തരങ്ങളാടി നീ വിളിച്ചു പറയണത്? ഓ, ആത്മസ്നേഹിതനെ പറ്റി പറഞ്ഞപ്പോ ഉള്ളു പൊള്ളിയല്ലേ? നമ്മളെ പൊള്ളിച്ച് പോട്ടെ, പക്ഷെ നമ്മളുടെ മോനെ അയാളും പെങ്ങളും കൂടെ ആ സകലം പൊള്ളിച്ചതിനെ പറ്റി വേണുവേട്ടൻ എന്താ ഒന്നും പറയാത്തെ? വേണുവേട്ടനെ പോലെ തന്നെ ആ കുടുംബത്തെ സ്നേഹിച്ചവളായി ഈ ഞാനും. വേണുവേട്ടൻ അയാൾ ആത്മസുഹൃത്തായിരുന്നപ്പോ എനിക്ക് ആ മനുഷ്യൻ ദൈവമായിരുന്നു. ആ ദൈവത്തിന്റെ വിഗ്രഹ കലങ്ങിയ കളിമണ്ണായി ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നത്.
രാധമ്മ വെറുത്തതാ. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത്രക്കേറെയാ അവര് നമ്മളെ നാണം കെടുത്തി വിട്ടത്. ഞാനും അമ്മയുടെ അതേ അഭിപ്രായക്കാരിയാ. എനിക്ക് ഈ നാട് തന്നെ വെറുത്തുപോയി. പറ്റുമെങ്കിൽ ഈ നാട്ടിന് എങ്ങോട്ടെങ്കിലും പോണം. അതെ, നശിച്ച നാട്. നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നേ? ലോകത്തെ ഈ ഒരു നാടും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിയൊന്നുമല്ലല്ലോ വലുത്. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? വേറെന്തെങ്കിലും ജോലി നോക്കണം. അതമ്മ പറയുന്നത് ശരിയാ. ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന. പരിചയമുള്ളൊരു കമ്പനി ഉണ്ട്. എന്തായാലും ഞാൻ നാളെ തന്നെ അവിടെ ഒന്ന് പോകുന്നുണ്ട്. അതാ നല്ലത്. നീ കിടന്നുറങ്ങാൻ നോക്കിയേ. നീ കൂടെ പോയി വാടിയോട്ട്. എനിക്കെന്റെ അച്ഛനെ മതി, രാജുവിനെ എനിക്ക് വേണ്ട. മോനെ റെഡിയായാ? ആ, റെഡിയായി സാർ. പുറപ്പെടും മുമ്പ് പൂജാമുറിയിൽ വന്ന് അമ്മയെ പ്രാർത്ഥിച്ചിട്ടൊന്ന് പോണം. അതെ, അത് അനുഗ്രഹവും. പ്രാർത്ഥിച്ചിട്ട് കാപ്പിയും കുടിച്ചിട്ട് പോയാ മതി. ഏയ്, കാപ്പിയൊന്നും വേണ്ട. അതിന് മണി 8 പോലും ആയിട്ടില്ലല്ലോ. ഓഫീസൊക്കെ തുറക്കണമെങ്കിൽ 10 മണിയെങ്കിലും ആവണ്ടേ? നീ കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അമ്മേ, ടൗണിലാണ് ഓഫീസ്. അവിടം വരെ എത്തണ്ടേ? നീ അതിന് ബൈക്കിനല്ലേ പോണേ? ഒഴിവൊന്നും പറയണ്ട. കാപ്പി പിടിച്ചിട്ട് പോയാ മതി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് മതി. ശരി. ദൈവം എന്റെ മോനെ കൈവിടില്ല, അത് ഉറപ്പാ. വിഷമിക്കണ്ട, നിനക്കൊരു കുഴപ്പം വരില്ല.